ദേവരാഗം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 25. ഇന്ന് പഠിപ്പിച്ചത് മുഴുവനും 100 പ്രാവശ്യം എഴുതി കാണിച്ചിട്ട് വൈശാഖി നാളെ എൻ്റെ ക്ലാസ്സിൽ കയറിയാൽ മതി. മഹാദേവൻ്റെ ദേഷ്യത്തോടെയുള്ള ശബ്ദം ക്ലാസ്സിൽ ഉയർന്നു കേട്ടു. 100 വട്ടമോ? ക്ലാസ്സിലിരുന്നവർ അത് കേട്ടതും കണ്ണുമിഴിച്ചിരുന്നു പോയി. കാരണം ഇന്നൊരു ചാപ്റ്റർ മൊത്തം ക്ലാസ്സിൽ സാർ എടുത്തിട്ടുണ്ട്. അത് മുഴുവനും 100 വട്ടം എഴുതുക എന്നൊക്കെ വെച്ചാൽ അത് ഇത്തിരി കടുപ്പമാണ്. ക്ലാസ്സിലെ കുട്ടികൾ മുഴുവൻ അവളെ സഹതാപത്തോടെ നോക്കി. വൈശാഖിക്ക് ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? മുഖം കുനിച്ച് നിൽക്കുന്നവളിൽ നിന്നും മറുപടിയൊന്നും കിട്ടുന്നില്ല എന്ന് കണ്ടതും ചെക്കൻ ഒരു വട്ടം കൂടി ശബ്ദം ഉയർത്തി. ഓ സാർ. കരച്ചിലിനെ സ്വയം അടക്കി പിടിച്ചുകൊണ്ട് പെണ്ണവനെ നോക്കി തലയാട്ടിക്കാട്ടി. ഇരിക്കുക. അവളെ നോക്കി വലത്തേക്കായി ഒന്ന് ഉയർത്തി താഴ്ത്തി ആംഗ്യം കാട്ടിയവൻ. വൈശാഖി അപ്പോൾ തന്നെ അവളുടെ സീറ്റിലേക്ക് ഇരുന്നിരുന്നു. എന്നിട്ട് നിറഞ്ഞു തൂവാറായ കണ്ണുകളെ കയ്യിലിരുന്ന തൂവാല കൊണ്ട് തുടച്ചു മാറ്റി. എല്ലാവരും കൂടി ഒരിക്കൽ കൂടെ പറയുക, ഞാൻ പഠിക്കണമെന്നുള്ളവർ മാത്രം ഇങ്ങോട്ടേക്ക് വന്നാൽ മതി, അല്ലാത്തവർ ക്ലാസ്സിൽ വരണമെന്ന് എനിക്ക് നിർബന്ധമില്ല. ടീച്ചേഴ്സ് ടേബിളിൻ്റെ അരികിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് അവൻ ഒരു വട്ടം കൂടി ക്ലാസ്സിലിരിക്കുന്നവരെ മൊത്തത്തിലൊന്ന് നോക്കി, അതും തികച്ചും ദേഷ്യത്തോടെ. കുട്ടികൾ എല്ലാവരും അനുസരണയോടെ അവനെ കേട്ടിരുന്നു. അപ്പോഴേക്കും അടുത്ത അവറിനുള്ള ബെല്ലടിച്ചിരുന്നു. ഇന്ന് പഠിപ്പിച്ച ടോപ്പിക് എല്ലാവരും നാളത്തേക്ക് പഠിച്ചുകൊണ്ട് വന്നേക്കണം. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. ടേബിളിലിരുന്ന ടെക്സ്റ്റ് ബുക്ക് എടുത്തുകൊണ്ട് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് മുൻപായി മഹാദേവൻ അത്രയും കൂടി പറഞ്ഞു. ഡി വൈശു. സാറ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് കണ്ടതും ജോബിനും നിർമ്മലും കൂടെ അവളുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു. എന്ത് പറ്റിയതാടി നിനക്ക്? സാർ ഇന്ന് പഠിപ്പിച്ചത് നിനക്കൊന്നും മനസ്സിലായില്ലേ? മുഖം കുനിച്ചിരിക്കുന്നവളെ കയ്യിൽ റോസി മുറുക്കെ പിടിച്ചു. വൈശു, എന്താടി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ജോബിനും നിർമ്മലും അവളെ ആദിയോടെ നോക്കി. ഞാൻ ക്ലാസ്സിൽ ശ്രദ്ധിച്ചില്ലടാ. അവൾ ഒട്ടൊരു പരുങ്ങലോടെ മൂവരെയും കണ്ണുയർത്തി നോക്കി. അതെന്താന്നാ ഞങ്ങൾ ഈ ചോദിക്കുന്നേ? റോസ് ദേഷ്യപ്പെട്ടു. ഇവൻ എന്നെ രാവിലെ പേടിപ്പിച്ചില്ലേ, സിദ്ധുവേട്ടൻ എന്നോട് പ്രേമാണെന്നും പറഞ്ഞ്. അവൾ നിർമ്മലിന് നേരെ മുഖം ചുളിച്ചു. എൻ്റെ പൊന്നാടാവേ, നീ ഇതുവരെ അവിടുന്ന് ബസ് കയറിയില്ലേ? എൻ്റെ വൈശു, ഞാനൊരു തമാശ പറഞ്ഞല്ലേടി. ഇത്തിരി മുന്നേ താൻ പറഞ്ഞത് കേട്ടിട്ട് പെണ്ണ് നല്ലതുപോലെ പേടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായതും നിർമ്മൽ തലയ്ക്ക് കൈവച്ചിരുന്നു പോയി. അന്നത്തെ ദിവസം പിന്നീട് മഹാദേവൻ്റെ ക്ലാസ് അവർക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ അവൻ കണ്ടതുമില്ല. വൈകിട്ട് കോളേജ് വിട്ടപ്പോഴാണ് വൈശാഖി ദേവനെ തിരഞ്ഞ് ഡിപ്പാർട്ട്മെൻ്റ് അരികിലേക്ക് നടന്നു എന്നത് തന്നെ. അവൾ വാതിൽക്കൽ നിന്നുകൊണ്ട് അകത്തേക്ക് തലയിട്ട് നോക്കി. മഹാദേവൻ അകത്തുണ്ടായിരുന്നു. സിവിക്സ് പഠിപ്പിക്കുന്ന ശ്യാമ മിസ്സിനോട് എന്തൊക്കെയോ കാര്യം പറയുകയാണ്. അവരെ ഒന്ന് നോക്കിയതിന് ശേഷം അവൾ മെല്ലെ ഹിസ്റ്ററി ബ്ലോക്കിൽ നിന്നും പുറത്തേക്കിറങ്ങി നടന്നു. പാർക്കിങ്ങിൽ ചെന്ന് നിന്നാൽ സാർ അങ്ങോട്ടേക്ക് വരുമെന്ന് ചിന്തിച്ചുകൊണ്ട്. എന്താടി, സാർ എവിടെ? ബ്ലോക്കിൽ നിന്ന് ഇറങ്ങി ക്യാമ്പസിലൂടെ നടന്നപ്പോഴാണ് വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയ ജോബിനും നിർമ്മലും അവളുടെ അടുത്തേക്ക് ഓടിപ്പാഞ്ഞി എന്നത്. സാറ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്, ശ്യാമ മിസ്സിനോട് എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കുക. അവൾ പറഞ്ഞു. നീ ഇപ്പോൾ എങ്ങോട്ടാ? നിനക്ക് ക്ലാസ്സിലിരുന്നാൽ പോരായിരുന്നോ? നിർമ്മൽ ദേഷ്യപ്പെട്ടു. പാർക്കിങ്ങിൽ പോയി ഇരിക്കാമെന്ന് കരുതി. അവൾ അവൻ്റെ നേരെ മുഖം വീർപ്പിച്ചു. ഡി, അവൾ അവിടക്കടെ അമ്മയും വീട്ടിലില്ലേ? നീ ഒന്ന് കരുതിയിരുന്നോണം, ആ പെണ്ണ് മഹാമൊടയാ. നടക്കുന്നതിനിടയിൽ ഗൗരിയുടെ കാര്യം ഓർമ്മ വന്നതും ജോബിൻ അവളെ ഉപദേശിച്ചു. എന്തുണ്ടേലും നീ ഒന്ന് വിളിച്ചാൽ മതി, ഓൺ ദ സ്പോട്ടിൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കോളാം. നിർമ്മൽ അവൻ്റെ ഷർട്ടിൻ്റെ കോളർ ഒന്ന് പിന്നിലേക്ക് വലിച്ചിട്ടുകൊണ്ട് പറഞ്ഞു. സാറുണ്ടല്ലോടാ, ഒരു കുഴപ്പവും വരില്ല. അത് മാത്രമല്ല, ഗൗരിയുടെ അമ്മ കണ്ടിടത്തോളം ഒരു പാവമാണെന്നാണ് തോന്നുന്നേ. അവൾ വസുന്ധരയെക്കുറിച്ച് ഓർത്തു പറഞ്ഞു. എന്തായാലും ഒന്ന് സൂക്ഷിച്ചോ, ആ പെണ്ണ് സാറിൻ്റെ മുറപ്പെണ്ണ. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അവൾക്ക് സാറിനോട് മുടിഞ്ഞ പ്രേമ. നീ എങ്ങാനും സാറിനെ തട്ടിയെടുക്കൂ എന്നുള്ള പേടി അവൾക്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ദേഷ്യമാണ് ആ പിശാച് നിന്നോട് ഇന്നലെ കാട്ടിയേ. വലിയ കാര്യം പറയുന്നത് പോലെ നിർമ്മൽ അവളോട് പറഞ്ഞു. ഇതൊക്കെ എങ്ങനെ ഒപ്പിക്കുന്നു എന്ന രീതിയിൽ നടക്കുന്നതിനിടയിൽ വൈശു അവനെ ഒന്ന് ഇരുത്തി നോക്കി. അവർ സ്റ്റെപ്പ് ഇറങ്ങി പാർക്കിങ്ങിലേക്ക് ചെന്നപ്പോഴേക്കും കണ്ടു
സിദ്ധാർത്ഥ് അവൻ്റെ കാറും എടുത്തുകൊണ്ട് പോകുവാനായി നിൽക്കുന്നത്. അവനെ കണ്ടതും പെണ്ണിൽ ഒരു വിറയൽ പടർന്നു. അവൾ മെല്ലെ ജോബിൻ്റെ പിന്നിലേക്ക് മറഞ്ഞു നിന്നു. ഹായ് വൈശാഖി. റിവേഴ്സ് എടുത്ത് പോകുവാനായി തുടങ്ങിയവൻ പൊടുന്നനെയാണ് ജോബിൻ്റെ പിന്നിൽ മറഞ്ഞു നിൽക്കുന്നവളെ കണ്ടത്. വൈശു ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. എന്നിട്ട് വിളറിയ ഒരു ചിരി അവന് സമ്മാനിച്ചു. ബൈ. അവളെ നോക്കി 2 കണ്ണുകളും ചിമ്മി കാട്ടിക്കൊണ്ട് വണ്ടിയെ എടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നവനെ നോക്കി മൂവരും ഒരുപോലെ വാ പൊളിച്ച് നിന്നുപോയി. സിദ്ധുവേട്ടൻ തന്നെയാണോ ഇത്? ജോബിനും നിർമ്മലും ഒരുപോലെ ഞെട്ടിക്കൊണ്ട് വൈശാഖിയെ നെറ്റി ചൊളിച്ചു നോക്കി. പെണ്ണൊന്നും മറുപടി കൊടുത്തില്ല. പകരം അവരെ ഇരുവരെയും ദയനീയമായിട്ട് നോക്കി നിന്നു. ഇതല്ലേടാ രാവിലെ നിന്നോടൊക്കെ ഞാൻ പറഞ്ഞേ എന്ന രീതിയിൽ. എന്താ ഇവിടെ? പൊടുന്നനെയാണ് അവരുടെ പിന്നിൽ നിന്നും ആ ചോദ്യം വന്നത്. സർ എന്ന് വിളിച്ചുകൊണ്ട് മൂവരും ഒരുപോലെയാണ് തിരിഞ്ഞു നോക്കിയത്. എന്താ ഇവിടെ? മഹാദേവൻ്റെ ഗൗരവത്തോടെയുള്ള ചോദ്യം. ആ ചോദ്യത്തിൽ നിന്ന് തന്നെ മൂവർക്കും മനസ്സിലായിരുന്നു ഇവിടെ നടന്നൊക്കെ സാറ് ഒന്നുപോലും വിടാതെ നല്ല വ്യക്തമായി കണ്ടുവെന്നുള്ള കാര്യം. ഒന്നുമില്ല സാർ. ജോബിൻ കള്ളത്തരത്തിൽ മുഖം കുനിച്ചു. വൈശാഖിക്ക് വീട്ടിൽ വരണമെന്നൊന്നും ഇല്ലേ? അടുത്ത ചോദ്യം അവളോടായിരുന്നു. ഉവ്വ് സാർ, അവൾ നേർത്ത ശബ്ദത്തിൽ പറഞ്ഞു. എങ്കിൽ പിന്നെ വണ്ടിയിൽ കയറിയിരുന്നൂടെ? എത്ര നേരമായി ഞാൻ കാർ അൺലോക്ക് ചെയ്തിട്ടിട്ട്. അതെങ്ങനെയാ? നീ ഇവിടെ ഒന്നും അല്ലല്ലോ. അവൻ്റെ ഒച്ച ഉയർന്നു. വൈശാഖി ഒന്ന് ഞെട്ടി. എന്നിട്ട് കൂടെ നിൽക്കുന്നവന്മാരെ ഒന്ന് പാളി നോക്കിയിട്ട് തൊട്ടടുത്തായി കിടക്കുന്ന കാറിൻ്റെ അടുത്തേക്ക് ധൃതിയിൽ നടന്നു ചെന്ന് കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. വീട്ടിൽ പോകാൻ നോക്ക്. അവൾ പോയെന്നത് കണ്ടതും ദേവൻ അവരുടെ 2 പേരുടെയും നേർക്ക് തിരിഞ്ഞു. പോവാ സാർ. മഹാദേവൻ അത് പറഞ്ഞ് നാവു വായിലിട്ടില്ല. അതിനു മുൻപേ തന്നെ ചെക്കന്മാർ ഇരുവരും അവിടുന്ന് നൊടിയിടയിൽ അപ്രത്യക്ഷമായിരുന്നു. മഹാദേവൻ ചെന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. എന്നിട്ട് അടുത്തിരിക്കുന്നവളെ ഒന്ന് ഗൗരവത്തോടെ നോക്കിയിട്ട് വണ്ടി മുന്നോട്ടേക്കെടുത്തു. വൈശാഖിക്ക് അവനെ നോക്കുവാനുള്ള ധൈര്യം വന്നില്ല. അതുകൊണ്ട് തന്നെ പെണ്ണ് വിൻഡോ ഗ്ലാസ്സിലൂടെ പുറത്തെ കാഴ്ചകൾ നോക്കിയിരുന്നു. എന്തായിരുന്നു സിദ്ധാർത്ഥിനോട്? കോളേജിൻ്റെ ഗേറ്റും കടന്ന് വണ്ടിയിൽ റോഡിലേക്ക് ഇറങ്ങിയതും മഹാദേവൻ അവളോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം അതായിരുന്നു. സിദ്ധുവേട്ടൻ അത് പിന്നെ. പൊടുന്നനെയുള്ള മഹാദേവൻ്റെ ചോദ്യത്തിൽ വൈശാഖി ഞെട്ടിപ്പോയി. അവൾക്കപ്പോൾ പെട്ടെന്ന് എന്തുത്തരം പറയണമെന്ന് അറിയില്ലായിരുന്നു. അത് പിന്നെ ബാക്കി എന്താണ്? രാവിലെ നിന്ന് സംസാരിക്കുന്നത് കണ്ടല്ലോ. അവനോട് പറയുവാൻ ഉത്തരം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നവളുടെ പെട്ടിയുടെ മുകളിൽ അവൻ്റെ അവസാനത്തെ ആണിയും തറഞ്ഞു കയറി. പെണ്ണിൻ്റെ പെരുവിരലുകളിൽ നിന്നും ഒരു വിറയൽ മുകളിലേക്ക് കയറി. സർ. അവൻ്റെ ആ ദേഷ്യത്തോടെയുള്ള ചോദ്യത്തിൽ വൈശാഖി ഞെട്ടിപ്പോയിരുന്നു. സിദ്ധോടൻ എന്നോട് രാവിലെ സംസാരിക്കുന്നത് സാറ് കണ്ടുവെന്ന്. ഇതൊക്കെ എപ്പോ? എന്നെക്കാട്ടിലും മുന്നേ സാറ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കയറിപ്പോയതല്ലേ? അതുമാത്രമല്ല, ഇപ്പോൾ എൻ്റെ പേര് വിളിച്ച് സിദ്ധുവേട്ടൻ യാത്ര പറഞ്ഞതും ആൾ നല്ല വൃത്തിയിൽ കണ്ടിട്ടുണ്ട്. ഇതൊന്നും ഞാൻ മനസ്സാവാച അറിഞ്ഞുകൊണ്ട് ചെയ്ത കാര്യങ്ങളല്ല. ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാണ് കൃഷ്ണ കൊടുക്കേണ്ടത്? കോളേജ് ബാഗിൽ ചുറ്റി പിടിച്ചു വെച്ചിരിക്കുന്ന പെണ്ണിൻ്റെ കൈവിരലുകൾ പേടികൊണ്ട് തമ്മിൽ അഴിഞ്ഞു മിരിഞ്ഞിരുന്നു. എന്താ? വൈശാഖിക്കൊന്നും പറയാനില്ലേ? നോട്ടം മുന്നിലെ റോഡിലേക്കും ശ്രദ്ധ ഡ്രൈവിങ്ങിലായിരുന്നെങ്കിലും മഹാദേവൻ്റെ ശബ്ദത്തിൽ മാത്രം തീർത്തും ഗൗരവമായിരുന്നു. സർ, എനിക്കൊന്നും അറിയില്ല സർ, അവൾ പേടിയോടെ പറഞ്ഞു. എന്നിട്ട് അടുത്തിരിക്കുന്നവനെ ഒന്ന് പാളി നോക്കി. ഒന്നും അറിയില്ലെന്നോ? അപ്പോൾ ഞാൻ കണ്ടതൊക്കെയോ? ഇത്തവണ മഹാദേവൻ്റെ ഒച്ച ഇത്തിരി ഉയർന്നു. സത്യമായിട്ട് അറിയില്ല സാർ. സിദ്ധുവേട്ടനാ എന്നോട് മിണ്ടാൻ വേണ്ടി വന്നേ. എന്നെ വിളിച്ചു നിർത്തി സംസാരിക്കുമായിരുന്നു. കൂടുതലൊന്നും എനിക്കറിയില്ല. പെണ്ണിൻ്റെ ശബ്ദം നേർത്തുപോയി. എന്തിനാ അവൻ സംസാരിച്ചത്? മഹാദേവൻ എടുത്തു ചോദിച്ചു. ഞാനും സാറും തമ്മിൽ എന്താ ബന്ധമെന്ന് ചോദിച്ചു. എന്തിനാ സാറിൻ്റെ വീട്ടിൽ ഞാൻ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അല്ലാതെ ഒന്നും ചോദിച്ചില്ല സാർ. അവൾ ഉള്ള കാര്യം അതുപോലെ തന്നെ വിശദീകരിച്ചു കൊടുത്തു. അവനെന്തിനാ ഇതൊക്കെ അറിയുന്നേ? മഹാദേവൻ്റെ നെറ്റിയിൽ ചുളിവുകൾ വീണു. എനിക്കൊന്നും അറിയില്ല സാർ. എന്നോട് വന്ന് ചോദിച്ചു, ഞാൻ ഉത്തരം പറഞ്ഞു. ഇപ്പോൾ പോകാൻ നേരവും എന്നെ നോക്കി ബായ് പറഞ്ഞിട്ട് പോയി. ഇതിൽ കൂടുതൽ എന്താണെന്നൊന്നും എനിക്കറിയില്ല.
അവനെ നോക്കാനുള്ള പേടിയിൽ അവൾ തലകുനിച്ചിരിഞ്ഞു കളഞ്ഞു. നിങ്ങൾ തമ്മിൽ എന്ത് മാങ്ങാത്തൊലി സംസാരിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ വീട്ടിൽ താമസിക്കുന്ന അത്രയും കാലം പ്രേമോ ഇഷ്ടമോ ഒന്നും ഉണ്ടാക്കി വെക്കാതിരുന്നാൽ മതി. അതെനിക്ക് നല്ല നിർബന്ധമുള്ള കാര്യമാണ്. നിൻ്റെ മുത്തശ്ശി നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നതേ ഞങ്ങൾ നിന്നെ നോക്കൂന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ്. ബാംഗ്ലൂരിൽ നിന്നൊക്കെ വന്നതല്ലേ. ഇമ്മാതിരി പണിയൊക്കെ കയ്യിലുണ്ടെങ്കിൽ അടുത്ത മാസം തൊട്ട് വല്ല PG നോക്കിക്കോണം. മോളെ നോക്കിയില്ലെന്നോ ശ്രദ്ധിച്ചില്ലെന്നോ ഒക്കെ പറഞ്ഞ് നാളെ നിൻ്റെ തന്തയും തളയും വന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വയ്യ അവരോട് എന്ന് വഴക്കിടാൻ. അതിനൊട്ട് സമയവും ഇല്ല. അതുകൊണ്ട് നോക്കിയും കണ്ടൊക്കെ നിന്നോണം. പഠിക്കാനൊന്നും പറഞ്ഞല്ലേ കെട്ടും കെട്ടി ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത്. അതുകൊണ്ട് ആവശ്യമില്ലാത്തതിലൊക്കെ ചെന്ന് ചാടി സ്വയം കുഴി തോണ്ടാതെ ഇരുന്നാൽ നിനക്ക് നല്ലത്. വീട്ടിലേക്ക് പോകുന്ന വഴിയുടെ ഓരം ചേർത്ത് വണ്ടി നിർത്തിയിട്ട് അവൻ വൈശാഖിയുടെ നേർക്ക് ചൊടിച്ചു. അവൾ അവൻ്റെ ഭാവം കണ്ടെന്നും ഭയന്നുപോയി. സങ്കടം കൊണ്ട് കണ്ണു നിറച്ചു. നിർമ്മൽ പറഞ്ഞ കാര്യം പൊടുന്നനെ അവളുടെ മനസ്സിലേക്ക് ഓടിപ്പാഞ്ഞെത്തി. സിദ്ധേട്ടന് എന്നോട് നല്ല ഒന്നാം തരം പ്രേമമാണെന്ന് പറഞ്ഞ കാര്യം. ഈശ്വര, സാറും അതുതന്നെയാണല്ലോ ഈ പറയുന്നത്. വൈശാഖിക്ക് ആദിയായി. സാർ, എനിക്ക് അങ്ങനൊന്നും ഇല്ല സാർ. ആ ചേട്ടനാ എന്നോട് വന്ന് അങ്ങനെ മിണ്ടിയത്. അവൾ മൂക്ക് വലിച്ചു. മിണ്ടരുതെന്നോ ആരോട് സൗഹൃദം സ്ഥാപിക്കരുതെന്നോ ഒന്നും ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല വൈശാഖി. എൻ്റെ വീട്ടിൽ താമസിക്കുന്ന അത്രയും കാലം ആവശ്യമില്ലാത്ത റിലേഷൻഷിപ്പിൽ ചെന്ന് ചാടരുതെന്ന് മാത്രമേ ഓർപ്പിച്ചുള്ളൂ. വീട്ടിലെ ഒരംഗത്തെ പോലെ നോക്കുവാൻ നീ തന്നെയല്ലേ എന്നോട് ഡിമാൻഡ് വെച്ചത്. എനിക്ക് 5000 രൂപ അധികം തരുന്നത് അതിൻ്റെ കൂറാണെന്ന് കരുതിയാൽ മതി. അവൻ വീണ്ടും വാദിച്ചു. ശരി സാർ. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി സങ്കടത്തോടെ തലയാട്ടി. കോളേജ് ലൈഫാണ്. പല വിധത്തിലുള്ള കുട്ടികളുണ്ടാവും, പലതരത്തിലുള്ള എൻജോയ്മെൻറ്റുകളും. ഒരധ്യാപകൻ എന്ന രീതിയിൽ പറയുക, 3 വർഷം കഴിഞ്ഞ് ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കയ്യിലിരിക്കുന്ന സർട്ടിഫിക്കറ്റ് മാത്രമേ വിലയുണ്ടാവൂ. ഇന്ന് കൂടെയുള്ളൊരു നാളെ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് പഠിത്തം ഫസ്റ്റ്, ബാക്കിയൊക്കെ പിന്നെ. ഇന്ന് ക്ലാസ്സിൽ വായും പൊളിച്ചിരുന്നത് പോലെ ഇനി ഇരുന്ന. സമാധാനത്തോടെ ഗൗരവം കുറച്ചുകൊണ്ട് അവൾക്ക് ഓരോന്നും പറഞ്ഞു കൊടുക്കുന്നവൻ്റെ ശബ്ദം ഒടുക്കമായപ്പോഴേക്കും ഒരു ഭീഷണിയുടെ രീതിയിലുള്ളതായി. ശരി സാർ. മെല്ലെ തലയാട്ടി അവൻ പറയുന്നതൊക്കെ ശ്രദ്ധിച്ചു കേട്ടിരുന്നവൾ അതും തൊണ്ടക്കുഴി താക്ക എത്തിയ കരച്ചിലിനെ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് ആ കേട്ടാ കൊള്ളാം. അവസാനമായി അത്രയും പറഞ്ഞിട്ടവൻ വണ്ടി മുന്നോട്ടേക്ക് എടുക്കുവാനായി തുനിഞ്ഞു. സർ. പൊടുന്നനെയാണ് അവൾ വിളിച്ചത്. എന്താ? അവളുടെ വിളിയിൽ മഹാദേവൻ്റെ ഇടംകൈ വീണ്ടും ഹാൻഡ് ബ്രേക്കിൽ അമർന്നു. ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണെന്ന് ഒരു കുറ്റം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ സർ. അല്ലാതെ അവിടെ മറ്റു കുട്ടികളെ പോലെ പുറം ലോകമൊന്നും അധികം ഞാൻ കണ്ടിട്ടില്ല സർ. സ്കൂളും ഫ്ലാറ്റും അല്ലാതെ മറ്റൊരിടത്തും ഞാൻ പോയിട്ടുമില്ല സർ. പോയാൽ തന്നെ അതിലൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു അവരെന്നെ വളർത്തിയേ. പറഞ്ഞാൽ സാറ് വിശ്വസിക്കില്ല. ഇവിടെ വന്നപ്പോൾ തൊട്ടാ ഞാൻ മനസ്സ് തുറന്നൊന്ന് ചിരിക്കാൻ പഠിച്ചേ, വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചേ. അത്രയും പറഞ്ഞിട്ടവൾ ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചു. എന്നിട്ട് വേദനയോടെ തന്നെ കേട്ടിരിക്കുന്നവനിലേക്ക് വീണ്ടും നോട്ടം പായിച്ചുകൊണ്ട് വീണ്ടും തുടർന്നു. ഇന്നലെ വയറ് വേദനിച്ചപ്പോൾ സാർ എന്നെ നോക്കിയതുപോലെ, ജോബിൻ നോക്കിയതുപോലെ എന്നെ ഇങ്ങനെ ആരും ഒന്നും ശരിക്കും നോക്കിയിട്ടില്ല സാർ, സ്നേഹിച്ചിട്ടില്ല. അതുകൊണ്ട് തെറ്റ് ചെയ്യുമ്പോൾ എനിക്ക് പറഞ്ഞു തന്നാൽ മതി, ഞാൻ ശ്രദ്ധിച്ചോളാം. അല്ലാതെ വഴക്ക് പറയല്ലേ, എനിക്ക് പേടിയാ. വിക്കി കരച്ചിലിനെ പുറത്തേക്ക് വിടാതെ വാക്കുകൾ പെറുക്കി പറയുന്നവളുടെ ചുവന്ന് കലങ്ങിയ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ മഹാദേവൻ്റെ ഉള്ളിലും ഒരു കൊളുത്തിപ്പിടുത്തലുണ്ടായി. മുന്നിലിരിക്കുന്നവൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് അമ്മ പറഞ്ഞത് അവന് പൊടുന്നനെ ഓർമ്മ വന്നു. തലേ ദിവസം രാത്രിയിൽ മിണ്ടാൻ പോലും വയ്യാതെ വൈശാഖി അസ്വസ്ഥമായത് അവൻ പെട്ടെന്ന് ചിന്തിച്ചു. പേടിയാണെന്നും പറഞ്ഞ് തൻ്റെ മുറിയിൽ കിടന്നുറങ്ങിയ ഒരുവളുടെ ഭയത്തോടെയുള്ള മുഖം ദേവൻ ഓർത്തെടുത്തു. താൻ അറിയുവാൻ ഇനി എന്തൊക്കെയോ ഉള്ളതുപോലെ മുൻപിലിരിക്കുന്നവൾ ഒരു കടങ്കഥയായിട്ട് പോലും അവനപ്പോൾ തോന്നി. ഞാൻ പറഞ്ഞത് കൂടിപ്പോയോ എന്നൊരു ചിന്ത ആദ്യമായി അവൻ്റെ മനസ്സിൽ വന്നു. ആ, മറുപടിയായി മഹാദേവൻ ഒന്ന് മൂളി, അത്രമാത്രം. എന്നിട്ട് മെല്ലെ വണ്ടി മുന്നിലേക്കെടുത്തു. അതേസമയം
സീറ്റിലേക്ക് ചാരിയിരുന്നു കൊണ്ട് ഉള്ളിൽ കരയുന്നവളുടെ മനസ്സിൽ എന്തിനും ഏതിനും തന്നെ കുറ്റം പറയുന്ന, കുത്തി വേദനിപ്പിക്കുന്ന, ഒറ്റപ്പെടുത്തുന്ന, തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ പോലും എന്തെന്നറിയാത്ത തൻ്റെ മാതാപിതാക്കളുടെ രൂപം തെളിഞ്ഞു വന്നു. പൊടുന്നനെ വൈശാഖി അസ്വസ്ഥതയോടെ തലകുടഞ്ഞു. അവരെപ്പറ്റി ഇനി ഒരിക്കലും ഓർക്കരുതെന്ന് ആദ്യമായി അവളുടെ മനസ്സ് ആഗ്രഹിച്ചു പോയി.